നമുക്ക് ഇക്വേഷൻ എന്ന് പറയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതായത് നമ്മൾ ഈ എന്താ പറയാ ഈ അക്കൗണ്ടൻസിയിൽ നമ്മൾ അവസാനത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആണ്. അല്ല, ബാലൻസ് ഷീറ്റിൽ എന്തായിരിക്കണം? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കണം. അവസാനത്തെ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കണം. അതാണ് നമ്മൾ അവസാനത്തെ ആൻസർ. ആ ആൻസറിലോട്ട് നമ്മൾ എത്തണം. അത് നമ്മൾ ഔട്ട്പുട്ടാണ്. കാരണം എന്താ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കാം, നമുക്ക് ഇത്ര കാര്യം ജേണലിൽ ചെയ്ത സാധനങ്ങൾ നമ്മൾ ഏതിലോട്ട് മാറ്റി വെക്കുന്നു, ലെഡ്ജറിലോട്ട് മാറ്റി വെക്കുന്നു. പിന്നെ നമുക്ക് ജേണലിന്റെ ആവശ്യം വരുന്നുണ്ടോ? ജേണലിന്റെ ആവശ്യം വരുന്നില്ല എന്നല്ല, ജേണലിന്റെ എല്ലാ ഐറ്റംസും ഏതിലോട്ട് നമ്മൾ മാറ്റി ലെഡ്ജറിലോട്ട് ചെയ്തു. അപ്പൊ ഒന്നാമത്തെ പ്രോസസ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോസസ്സിലോട്ട് കടന്നു. രണ്ടാമത്തെ പ്രോസസ്സ് എന്താ? ലെഡ്ജർ. ഇനി മൂന്നാമത്തെ പ്രോസസ്സിലോട്ട് കടക്കുമ്പോ ഏതിക്ക് നമ്മൾ മാറ്റണേ? ലെഡ്ജറിന്റെ എല്ലാതും നമ്മൾ ഏതിക്ക് മാറ്റണേ? ട്രയൽ ബാലൻസിക്ക് മാറ്റണേ. സിമ്പിൾ ആയില്ല. ഇനി അപ്പൊ മൂന്നാമത്തെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നാലാമത്തെ പ്രോസസ്സ് ഏതാണ്? ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങള് ട്രേഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. പിന്നെ അതിനുശേഷം ഏതിലോട്ട് മാറ്റുന്നു? ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റുന്നു. അപ്പൊ ഈ ട്രയൽ ബാലൻസിലോട്ട് മാറ്റിയത് ഏതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാ? ലെഡ്ജറിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് മൊത്തം നമ്മൾ ഏതിലോട്ട് മാറ്റി? നമ്മളെ ട്രയൽ ബാലൻസിലേക്ക് മാറ്റി. അപ്പൊ ഈ ട്രയൽ ബാലൻസിലുള്ള രണ്ട് ഐറ്റംസ് ഏതൊക്കെയാ? എക്സ്പെൻസും ഇൻകംസും നമ്മൾ ഏതിലോട്ട് മാറ്റുന്നു? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാറ്റുന്നു. എന്നിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് അവസാനത്തെ ആൻസർ ഏത് കിട്ടും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടും. എന്നിട്ട് ആ പ്രോഫിറ്റും ലോസും നമ്മൾ ഏതിലോട്ട് മാറ്റുന്നു? ബാലൻസ്. അപ്പൊ ട്രേഡിംഗിന്റെ പ്രോസസ്സ് കഴിഞ്ഞില്ല. ഇനി അടുത്ത പ്രോസസ്സ് ഏതായി? ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റി. ഇനി ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാല് പിന്നെ ബാലൻസ് ഷീറ്റിലോട്ട് ട്രയൽ ബാലൻസിലുള്ള എക്സ്പെൻസുകളും ഇൻകംസും നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാല് പിന്നെ നമ്മളെടുത്തുള്ള എന്താണ്? അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും. അത് നമ്മൾ ഏതിലോട്ട് മാറ്റുന്നു? ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റുന്നു. അപ്പൊ നോക്കിയങ്ങള്, അപ്പൊ ഇനി നാലാമത്തെ പ്രോസസ്സായ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ് നമ്മൾ ഏതിലോട്ട് മാറ്റി? ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റി. അത് ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റിയ പിന്നെ നമ്മൾ ഏതിലോട്ടെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മളുടെ ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് എന്താണ് ബാലൻസ്? ഫൈനൽ അക്കൗണ്ട്സ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് വരിക. ബാലൻസ് ഷീറ്റ്. അപ്പൊ നോക്കി നിങ്ങൾ ഫൈനൽ അക്കൗണ്ട്, അത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താ ബാലൻസ് ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ എന്താ ബാലൻസ് ഷീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് എ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. കാരണം ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബിസിനസിന്റെ ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ടുള്ള ഒരു നിലനിൽപ്പാണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തന്നെയല്ല. കാരണം എന്താണ്? ജേണലിലുള്ള ലെഡ്ജറിൽ മാറ്റി, ലെഡ്ജറിലുള്ള ട്രയലിലേക്ക് മാറ്റി, ട്രയലിലുള്ള ട്രേഡിംഗിലോട്ട് മാറ്റി, ട്രേഡിംഗിലുള്ള പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഏതിലോട്ട് മാറ്റി? ബാലൻസ് ഷീറ്റിലോട്ട് മാറ്റി. അപ്പൊ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് ഏതിൽ നോക്കിയാൽ അറിയാം? ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ അറിയാം. പിന്നെ അതിലെന്തുണ്ട്? അസറ്റ് ഉണ്ട്. അസറ്റ് എന്താ? നമ്മളുടെ സ്വത്ത്. പിന്നെ എന്തുണ്ട്? ബാധ്യത, ലയബിലിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ എന്തുണ്ട്? ക്യാപിറ്റൽ. അപ്പൊ എന്താ നമുക്ക് ട്രയലിലുണ്ടാകുന്ന ഐറ്റംസ് 4 കാര്യങ്ങളാണ്. ഒന്ന് അസറ്റ്, എക്സ്പെൻസ്, ക്യാപിറ്റല്, ലയബിലിറ്റി, ഇൻകം. 5 കാര്യങ്ങളാണ്. അതിൽ എക്സ്പെൻസിനെയും ഇൻകത്തിനെയും നമ്മൾ ഏതിലോട്ട് മാറ്റുന്നു? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ലോസ് ആവും. ഇത് നമ്മൾ കൊടുക്കൊണ്ടുപോകും ബാലൻസ് ഷീറ്റിലോട്ട്. പിന്നെ ബാലൻസ് ഷീറ്റിൽ നിന്ന് വേറെ ഏതിലോട്ടെങ്കിലും മാറ്റുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റ് ഒരിക്കലും എന്തല്ല? അക്കൗണ്ട് അല്ല. ബാലൻസ് ഷീറ്റ് ഒരിക്കലും എന്തല്ല? അക്കൗണ്ട്. ഈ അക്കൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? അക്കൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബാലൻസ് ക്യാരി ഡൗണും വേണം, ബാലൻസ് ഡ്രോ ഡൗണും വേണം. ജേണല് അക്കൗണ്ട് ആണോ? അല്ല. അതിന് ബാലൻസ് ക്യാരി ഡൗണും ബാലൻസ് ഡ്രോ ഡൗൺ ഉണ്ടോ? ഇല്ല. ലെഡ്ജർ എന്താണ്? അക്കൗണ്ട് ആണ്. കാരണം അതിൽ എന്തുണ്ട്? ക്യാരി ഡൗൺ ഉണ്ട്, ഡ്രോ ഡൗൺ ഉണ്ട്. എന്നാൽ ട്രയൽ ബാലൻസോ? അല്ല. അതിൽ ക്യാരി ഡൗൺ ഉണ്ടോ? ഡ്രോ ഡൗൺ ഉണ്ടോ? ഇല്ല. എന്നാൽ അടുത്ത സ്റ്റെപ്പ് ഏതാ? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിലെന്തുണ്ട്? ക്യാരി ഡൗൺ ഉണ്ട്, ഡ്രോ ഡൗൺ ഉണ്ട്. അതിന് ശേഷമുള്ള ഏതാണ്? ബാലൻസ് ഷീറ്റ്.
അതെന്താണ്? അക്കൗണ്ട് ആണോ? അല്ല, അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അതിൽ എന്തില്ല? ക്യാരി ഡൗണും ഇല്ല, പ്രോഡക്റ്റ്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഏതൊക്കെയാണ് അക്കൗണ്ട്സ്, ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെഡ്ജർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? അക്കൗണ്ട്സുകളാണ്. എന്നാൽ ട്രയലും ബാലൻസ് ഷീറ്റ് എന്തെല്ലാം? അക്കൗണ്ട്സ്. സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെബിറ്റും ക്രെഡിറ്റും എന്തായിരിക്കണം? രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്, എങ്ങനെ ചെയ്താലും നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് എക്സാമിന് വരാറുണ്ട് എന്ത്? സോൾവ് ദ പ്രോബ്ലം അണ്ടർ ദ സോൾവ് ദ പ്രോബ്ലം അണ്ടർ ദ എന്തായിരിക്കും? അക്കൗണ്ടിങ് ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും. അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഏതാ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈസ് ഈക്വൽ ടു എടുത്തോ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എഴുതുന്നുണ്ട്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലെ? ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശം എന്താ പറഞ്ഞാല്, നമ്മൾ പറഞ്ഞില്ല ബാലൻസ് ഷീറ്റിൽ എന്തായിരിക്കണം? അസറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം, ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കണം. ആ ലയബിലിറ്റി സൈഡിലുള്ള ക്യാപിറ്റൽ എന്തായിരിക്കണം? രണ്ടും കൂട്ടിയതായിരിക്കണം, ഈക്വൽ ആവേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ അസറ്റ് ഒരു 10, അസറ്റ് എത്രയാ? 10. അസറ്റ് എത്രയാണ്? ഒരു 10 ആണെന്ന് കൂട്ടിക്കോ. അപ്പൊ ലയബിലിറ്റീസ് ഒരു പക്ഷെ എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പൊ ക്യാപിറ്റൽ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. കണ്ടില്ല? അസറ്റ് 10 രൂപയാണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റീസ് എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ക്യാപിറ്റൽ എന്തായിരിക്കും? 2 ആയിരിക്കും. അതേ സെയിം തന്നെ ഒരു പക്ഷെ അസറ്റ് 3 ആയിരിക്കാം, ലയബിലിറ്റി 2 ആയിരിക്കണം, ക്യാപിറ്റൽ 1 ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ എന്തായിരിക്കണം? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വരാം. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. പർച്ചേസ്ഡ് മെഷീനറി. ഒന്നാമത്തെ എന്താണ്? പർച്ചേസ്ഡ് മെഷീനറി. പർച്ചേസ്ഡ് മെഷീനറി. ഈ പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറി എന്താണ് ഇവിടെ? അസറ്റ്. മെഷീനറി എന്താണ്? അസറ്റ്. എന്ത് ചെയ്തു? നമ്മള് പർച്ചേസ് ചെയ്തു. ക്യാഷിനാണെന്ന് കൂട്ടിക്കോ. എന്തിനാണ്? ക്യാഷിനാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ എങ്ങനെ ചെയ്യാം? പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്. എന്തിനാണ്? ക്യാഷിനാണ്. ഒരു 10,000 രൂപയാണെന്ന് കൂട്ടിക്കോ. എത്ര രൂപയാണ്? 10,000 രൂപ. എത്രയാണ്? 10,000 രൂപ. നമ്മളൊരു സാധനം വാങ്ങുകയാണ്. ഉദാഹരണത്തിന് നമ്മളൊരു മെഷീനറി വാങ്ങുകയാണ്. മെഷീനറി നമ്മളുടെ എന്താണ്? അസറ്റാണ്. ക്യാഷ് നമ്മളുടെ എന്താണ്? ക്യാഷും തന്നെയാണ്, അസറ്റാണ്. ക്യാഷും തന്നെയാണ്, അസറ്റാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മെഷീനറി എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അല്ല, മെഷീനറി എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്തു? കൂടി. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ രണ്ട് സൈഡിലും എന്തായിരിക്കും? ഒരേ സൈഡിൽ തന്നെയല്ലേ വരിക? കാരണം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ തൊട്ട് അസറ്റിന് 10,000 രൂപ കൂടും ചെയ്ത് അതേപോലെ തന്നെ 10,000 രൂപ എന്ത് ചെയ്തു? കുറച്ചും ചെയ്തു. മനസ്സിലായ പറഞ്ഞത്? മെഷീനറി എത്ര രൂപ കൂടി? 10,000 രൂപ കൂടി. അതേപോലെ തന്നെ ക്യാഷ് എത്ര രൂപ കുറഞ്ഞു? 10,000 രൂപ കുറഞ്ഞു. മനസ്സിലായ പറഞ്ഞത് മനസ്സിലായില്ല? സംശയം ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത് നമ്മൾ റെന്റ് കൊടുത്തു. എന്ത് കൊടുത്തു? റെന്റ് കൊടുത്തു. റെന്റ് എന്താ നമുക്ക്? എക്സ്പെൻസ്. റെന്റ് കൊടുക്കുമ്പോ എന്താണ്? ക്യാഷിനാണ് കൊടുത്തതെന്ന് കൊടുത്തിക്കോ. എന്തിനാണ് കൊടുത്തത്? ക്യാഷ്. അപ്പൊ റെന്റ് കൊടുക്കുമ്പോ നമ്മളെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു. നമ്മളെ കയ്യിലെ ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു. ക്യാഷ് കുറയുമ്പോ ഏത് സൈഡിലാണ് കാണിക്കാം? അസറ്റ് സൈഡിലാണോ ലയബിലിറ്റി സൈഡിലാണോ കാണിക്കാം? ക്യാഷ് കുറഞ്ഞു. അപ്പൊ നമ്മൾ ഏത് സൈഡിൽ കുറച്ച് കാണിച്ചു? അസറ്റ് സൈഡിൽ കുറച്ച് കാണിച്ചു. അസറ്റ് സൈഡിൽ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു. അസറ്റ് സൈഡിൽ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു. ഇനി എക്സ്പെൻസ് ആണല്ലോ. എക്സ്പെൻസ് അല്ല. എക്സ്പെൻസ് ആവുമ്പോ നമ്മൾക്ക് പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക? പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക? എക്സ്പെൻസ് ആവുമ്പോൾ നമ്മള് പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക? പ്രോഫിറ്റ് കുറയാ. കാരണം എന്റെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. ഈ 10,000 രൂപയില് 2,000 രൂപ ഞാൻ എന്ത് ചെയ്തു? റെന്റ് കൊടുത്തു. 2,000 രൂപ എന്ത് ചെയ്തു? റെന്റ് കൊടുത്തു. എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 10,000 രൂപ ഉണ്ടായിരുന്നു.
2000 രൂപ റെന്റ് ഞാൻ കൊടുക്കുമ്പോൾ എന്റെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു. എന്റെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു. എന്റെ കയ്യിലുള്ള ക്യാഷ് കുറയുമ്പോൾ അതേപോലെ തന്നെ എന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. കാരണം ഇപ്പൊ നമ്മള് എന്താ ചെയ്യാ, റൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നമുക്ക് മാസം മാസം എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. മാസം മാസം എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. ഈ മാസം മാസം റെന്റ് കൊടുക്കുമ്പോൾ നമ്മളെ എക്സ്പെൻസ് എന്ത് ചെയ്യാണ്? ചെലവ് എന്ത് ചെയ്യാണ്? കൂടി 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 വരല്ല. ഇപ്പോ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഇങ്ങനെ എല്ലാ മാസവും റെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ വർഷാവസാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, കണക്ക് കൂട്ടുമ്പോൾ നമ്മളെ എക്സ്പെൻസ് സൈഡിൽ എന്തുണ്ടായിരിക്കും? എല്ലാ മാസവും എന്തുണ്ടായിരിക്കും? റെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ എക്സ്പെൻസ് എന്ത് ചെയ്യാണ്? കൂടി 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 ഇരിക്കല്ലേ. അപ്പൊ എക്സ്പെൻസ് ഇങ്ങനെ കൂടുന്തോറും നമ്മളെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ പ്രോഫിറ്റ് കുറയുമ്പോ നമ്മളെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? മൂലധനം എന്ത് ചെയ്യും? കുറയാണ് കൂടാണ് ചെയ്യാ? കുറയാണ് ചെയ്യാ. മൂലധനം എന്ത് ചെയ്യാ? കുറയാണ് ചെയ്യാ. ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു? 1 ലക്ഷം രൂപ ബിസിനസ്സിൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മൂലധനം. നമ്മൾ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പൈസയെ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ, മൂലധനം. ഈ മൂലധനം എന്താ ചെയ്യുന്നത്? നമ്മൾ ബിസിനസ്സിലോട്ട് എന്താ പറയാ തുടങ്ങുമ്പോൾ നമ്മൾ ഇറക്കുന്ന 500 രൂപ കുറഞ്ഞതായിട്ട് കാണിച്ചു. 500 രൂപ എന്ത് ചെയ്തു? കുറഞ്ഞതായിട്ട് കാണിച്ചു. എന്നാൽ 500 രൂപ കുറഞ്ഞതായിട്ട് കാണിക്കുമ്പോൾ നമുക്കൊരു എക്സ്പെൻസ് അല്ല. ഈ എക്സ്പെൻസ് ആവുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കുറയാണ് ചെയ്യാ? കൂടാണ് ചെയ്യാ? എക്സ്പെൻസ് വരുമ്പോ ബിസിനസ്സിൽ ലോസ് വരുന്നു. ലോസ് വരുമ്പോ നമ്മുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കുറയും. അപ്പൊ എവിടെയും കുറച്ച് കാണിക്കണം? ക്യാപിറ്റൽ സൈഡിലും കുറച്ച് കാണിക്കണം. പറഞ്ഞ മനസ്സിലായ? ക്യാപിറ്റൽ സൈഡിലും കുറച്ച് കാണിക്കണം. ഇനി അതേപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. റിസീവ്ഡ് കമ്മീഷൻ. റിസീവ്ഡ് എന്ന് പറയുമ്പോ എന്താ? കിട്ടി. റിസീവ്ഡ് എന്ന് പറയുമ്പോ എന്താ? കിട്ടി. റിസീവ്ഡ് ഈ കമ്മീഷൻ എന്ന് പറയുമ്പോ കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ? ഇൻകം. എന്നിട്ട് കിട്ടല്ലേ? കിട്ടുമ്പോ നമ്മളെ പോക്കറ്റിലാണ് എന്ത് ചെയ്യണത്? വന്നോണ്ടേ ഇരിക്കണത്. പക്ഷെ എക്സ്പെൻസ് അങ്ങനെയാണോ? പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ? അപ്പൊ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ സോറി, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിസീവ് ചെയ്യല്ലേ? അപ്പൊ ഇൻകം എന്ത് ചെയ്യാണ്? നമ്മളെ പോക്കറ്റിലോട്ട് വന്നു. അപ്പൊ നമ്മളെ ക്യാഷ് എന്ത് ചെയ്യാണ്? കൂടാണ് കുറയാണ് ചെയ്യാ? കൂടുക. അപ്പൊ അസറ്റ് എന്ത് ചെയ്തു? കൂടി. അസറ്റ് എന്ത് ചെയ്തു? കൂടി. അപ്പൊ ഇൻകം ആവുമ്പോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് അല്ല. ഇൻകം ആവുമ്പോ എന്താണ്? അപ്പൊ ക്യാപിറ്റൽ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെയും കൂടി ഇവിടെയും കൂടി. അപ്പൊ രണ്ട് സൈഡ് എന്തായി? കൊലാഹി. പറഞ്ഞ മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? കുറച്ച് കാണിക്കും. 5000 രൂപ റെന്റ് പോയി കഴിഞ്ഞാല് അസറ്റിലും കുറച്ച് കാണിക്കണം, അതേപോലെ തന്നെ ക്യാപിറ്റലിലും കുറച്ച് കാണിക്കണം. ഇൻകം വന്നു കഴിഞ്ഞാലോ അസറ്റിലും കൂട്ടി കാണിക്കണം, എവിടെയും കൂട്ടി കാണിക്കണം, ക്യാപിറ്റലിലും കൂട്ടി കാണിക്കണം. ഇനി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറൊരു കാര്യം, നമുക്ക് 5 റൂളാണെന്ന് പറഞ്ഞല്ലോ. 5 കാര്യങ്ങളില്ല. ഒന്നേതാ? അസറ്റ്. രണ്ടാമത്തേതാ? എക്സ്പെൻസ്, ലാബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. അസറ്റ്, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ഇൻകം, ലാബ്. അല്ല, അങ്ങനെ 5 കാര്യങ്ങളുണ്ട്. ഇനി ഇത് എന്തുകൊണ്ടാണ് 2 സൈഡും കൂടി കാണിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡ് കുറച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡും കുറച്ച് കാണിക്കുന്നു, ഒരു സൈഡ് കൂട്ടി കാണിച്ചാൽ മറ്റേ സൈഡും കൂട്ടി കാണിക്കുന്നു പറയാൻ കാരണം, നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ റൂള് പ്രകാരം ഡെബിറ്റ് സൈഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എവിടെയും കാണിക്കണം, ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ഞാൻ പറയില്ല, അതുകൊണ്ടല്ല ജേണൽ എൻട്രിയിൽ വെറും ഡെബിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ഡെബിറ്റ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, അല്ലെ, റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അല്ലെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. ഇങ്ങനെ കുറെ ജേണൽ എൻട്രി പഠിക്കണില്ല. ഈ ജേണൽ എൻട്രിയിലൊക്കെ ഡെബിറ്റിലും വരുന്നുണ്ട്, ക്രെഡിറ്റിലും വരുന്നുണ്ട്, ഡെബിറ്റിലും വരുന്നുണ്ട്, ക്രെഡിറ്റിലും വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ, അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ക്രെഡിറ്റ്. ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ക്രെഡിറ്റ്. മനസ്സിലായില്ല? ഇനി അഥവാ ഇനി വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ അസറ്റിൽ കാണിച്ച അതേ ഐറ്റംസ് തന്നെ ക്രെഡിറ്റിലും കാണിക്കണമെന്നുണ്ടോ? ഇല്ല. എന്നാൽ എന്ത് ചെയ്യാം? പക്ഷെ ഇവിടെ റൂള് പ്രകാരം ഒരു ഡെബിറ്റ് വന്നു കഴിഞ്ഞാല് എന്തും വേണം, ഒരു ക്രെഡിറ്റ് വേണം. ഒരു ഡെബിറ്റ് വന്നു കഴിഞ്ഞാല് ഒരു ക്രെഡിറ്റ് വേണം. അത് എങ്ങനെയാണെന്ന് ഇപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു? പർച്ചേസ്ഡ്
മെഷീനറി. പർച്ചേസ്ഡ് മെഷീനറി. എന്ത് ചെയ്തു നമ്മള്? മെഷീനറി വാങ്ങി. അപ്പൊ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന് ക്യാഷും വരും, മെഷീനറി വരും. രണ്ടും തന്നെയാണ് അസറ്റാണ്. മെഷീനറി അസറ്റ് തന്നെയാണ്, ക്യാഷും അസറ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ രണ്ടും ഒരേ റൂളല്ല. മെഷീനറി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ക്യാഷ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അസറ്റ് കൂടിയാല് അസറ്റ് കുറഞ്ഞാല് അപ്പൊ രണ്ടും മാറിയില്ല. എന്നാൽ രണ്ടും ഡെബിറ്റിൽ തന്നെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു കണ്ടീഷന്. മനസ്സിലായില്ല? ഒരു അസറ്റ് കൂടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ അസറ്റ് എന്ത് ചെയ്യണം? കുറയണം. ലാബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ലാബിലിറ്റി കുറയണം. അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല. കാരണം ഒന്ന് ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലാബിലിറ്റി കുറയുമ്പോൾ എന്താണ്? ഡെബിറ്റാ. അപ്പൊ ശരിയായില്ല. ഒരു ഡെബിറ്റിലും കാണിക്കുന്നു, ഒരു ക്രെഡിറ്റിലും കാണിക്കുന്നു. അതൊന്ന്. അതായത് സെയിം അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അസറ്റ്, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ഇൻകം, ലാബിലിറ്റി. ഇതാണ് അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സെയിം അണ്ടറിൽ തന്നെ ഒരു പക്ഷെ അത് ഡെബിറ്റ് ആവാം, ക്രെഡിറ്റ് ആവാം. അല്ലാതെ സെയിം അണ്ടറിൽ തന്നെ ഡെബിറ്റും ഒരിക്കലും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു ഹോട്ടലോ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെന്ന് കൂട്ടിക്കോ. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാൻ തന്നെ എന്റെ വീട് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൺസ്ട്രക്ട് ചെയ്തു. അത് എന്റെ പർപ്പസാ. ഇല്ല, അയിമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് വേറെ ആൾക്ക് വേണ്ടിയിട്ടാ. അപ്പൊ അവിടെ എന്തായി? വ്യത്യാസം വന്നു. കാരണം രണ്ട് പാർട്ടീസ് ഉണ്ട്. ഞാൻ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് എത്ര പാർട്ടീസ് വേണം? 2 പാർട്ടീസ് വേണം. അപ്പോഴാണ് ഡെബിറ്റും ക്രെഡിറ്റും ആവില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ഈ റൂൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒരേ അണ്ടറിൽ തന്നെ എന്താവാം? ഡെബിറ്റ് ആവാം, ക്രെഡിറ്റ് ആവാം. എന്നാൽ ഡിഫറെന്റ് അണ്ടറിൽ എന്താവാം? ഡെബിറ്റ് ആവാം, ക്രെഡിറ്റ് ആവാം. ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം. കമ്മീഷൻ എന്താ? ഇൻകം. എന്താ റിസീവ് ചെയ്തത്? ക്യാഷ് ആണ് റിസീവ് ചെയ്തത്. എന്താ റിസീവ് ചെയ്തത്? ക്യാഷ്. ക്യാഷ് ഇവിടെ എന്താ? അസറ്റ്. കമ്മീഷൻ എന്താ? ഇൻകം. കമ്മീഷൻ എന്താണ്? ഇൻകം. അല്ല, ക്യാഷ് അസറ്റ് എന്ത് ചെയ്യാണ്? കൂടാണ് പറയാണ് ചെയ്യുന്നത്. ക്യാഷ് കിട്ടാണ്. ക്യാഷ് എന്താ ചെയ്യണത്? കൂടാണ്. ഇൻകം എന്താ ചെയ്യണത്? അതും കൂടെ തന്നെയാണ്. ഇൻകം കൂടിയാൽ എന്താ? ക്രെഡിറ്റ്. അസറ്റ് കൂടിയാൽ എന്താ? ഡെബിറ്റ്. മനസ്സിലായില്ല? അപ്പൊ സെയിം അണ്ടറിലല്ലെങ്കിലും ഡിഫറെന്റ് അണ്ടറിലാവാം. പക്ഷെ ഡിഫറെന്റ് അണ്ടറിലും എന്താവരുത്? ഒരേ റൂളാവരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്ഥലത്തും ഡെബിറ്റ് ആണ്, മറ്റേ സ്ഥലത്തും ഡെബിറ്റ് ആണ്. അത് പറ്റുമോ? പറ്റൂല. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കിയാൽ പെയ്ഡ് റെന്റ്. റെന്റ് എന്ത് ചെയ്തു? കൊടുത്തു. അപ്പൊ എക്സ്പെൻസ് എന്ത് ചെയ്തു? കൂടി. നമ്മളെ കയ്യിലെ ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. എക്സ്പെൻസ് എന്ത് ചെയ്തു? കൂടി. മനസ്സിലായില്ല? ഇത് രണ്ടും ഒരേ റൂളല്ല. നോക്കിയാ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെബിറ്റ് ആണ്. രണ്ടും ഒരേ അണ്ടറിൽ വരുന്നതല്ല. ഒരേ അണ്ടർ മീൻസ് ഒരേ റൂളല്ല വരുന്നത്. അപ്പൊ പക്ഷെ ഒരേ റൂളാണെങ്കിൽ, ഒരേ അണ്ടറിലാണെങ്കിൽ പോലും പക്ഷെ എന്താണ് ഇവിടെ? റൂള് വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് ഇതിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അതാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? മനസ്സിലാവുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി ഒരു കാര്യം മനസ്സിലാക്കൂ. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആയിരിക്കും. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും. റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻകം ആയിരിക്കും. മനസ്സിലാക്കി വെച്ചോ, അല്ലെങ്കിൽ എഴുതി വെച്ചോ. പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം. മനസ്സിലായി? പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ്, റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻകം. അപ്പൊ നോക്കേ, പെയ്ഡ് എന്ന് പറയുമ്പോ എക്സ്പെൻസ് ആണ് അല്ലെ? അപ്പൊ നോക്കിയാ രണ്ടും എക്സ്പെൻസ് ആവുമ്പോ എന്ത് ചെയ്യണം? അസറ്റിൽ കുറയും വേണം, അല്ലാന്നുണ്ടെങ്കിൽ അസറ്റ് കൂടും വേണം. രണ്ട് കൺസെപ്റ്റിൽ വരും. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻകം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കുറച്ച് ടെക്നിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കുറച്ചും കൂടി സിമ്പിൾ ആവും. അപ്പൊ ഇതാണ് എന്താ പറയാ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഈ ലോജിക് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാ? മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ കാര്യം മനസ്സിലാക്കി ഇതിന്റെ റൂള് ശരിക്കും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു പോവാം. മനസ്സിലായല്ലോ? ഇനി എന്താണെന്നുള്ളത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിൽ പറയാം. ഇനി അടുത്ത ടോപ്പിക്ക് പറയാൻ പോകുന്നതാണ് ഏത്? ജേണല്. അടുത്ത ടോപ്പിക്കാണ് ഏത്? ജേണല്. ഓക്കെ. ഇനി ഇത് പ്രോബ്ലം ചെയ്യണം. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കണം. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിക്കോ. പെട്ടെന്ന് ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ വാല്യൂ എഴുതിക്കോ. മിസ്റ്റർ എ contributed capital at rupees 1 lakh. ഇനി അടുത്തിരിക്കോ പർച്ചേസ്ഡ് goods at rupees 35,000. Okay. ഇനി അടുത്താണ് സോൾഡ് ഗുഡ്സ്. at rupees 40,000, goods costing ബ്രാക്കറ്റിൽ എഴുതിക്കോ 40,000 അല്ല, ഇത് നമ്മൾ ഗുഡ്സ് കോസ്റ്റിംഗ് ബ്രാക്കറ്റിൽ എഴുതിക്കോ 30,000. അതൊരു ടിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ബ്രാക്കറ്റിലാണ് 30,000. ഓക്കെ, ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ റിസീവ്ഡ് കമ്മീഷൻ at rupees received commission at rupees 1,500. 1,500. ഇനി അടുത്തത് പെയ്ഡ് റെന്റ്. at rupees 2,500. ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ, ആ ഇത് എഴുതുക. എങ്ങനെ എഴുതാം? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഞാൻ എഴുതി തന്നില്ല, എഴുതില്ല നേരത്തെ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ എഴുതേണ്ടത്. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. മനസ്സിലായല്ലോ? ഈ അസറ്റുകൾ 2 തരം അസറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാ? ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, പിന്നെ കറണ്ട് അസറ്റ് ഉണ്ട്. ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. കറണ്ട് അസറ്റിന്റെ അവിടെ എന്ത് ചെയ്താലും സ്റ്റോക്ക് എഴുതിയാലും കുഴപ്പമില്ല. അസറ്റിന്റെ അവിടെ സ്റ്റോക്ക് എഴുതിയാലും കുഴപ്പമില്ല. അതായത് അസറ്റിന് എഴുതിയില്ല, ഈ അസറ്റിന്റെ അവിടെ പ്ലസ് സ്റ്റോക്ക് എഴുതിയാലും കുഴപ്പമില്ല. സ്റ്റോക്ക്. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മിസ്റ്റർ എ കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ അറ്റ് rupees 1 lakh അല്ലെ? എത്ര രൂപയാണ്? 1 lakh. എത്ര രൂപയാണ്? 1 lakh അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. എന്ത് ചെയ്തു? മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ത് ചെയ്തു? ബിസിനസ്സിലോട്ട് എന്ത് കൊണ്ടുവന്നു? ക്യാപിറ്റൽ കൊണ്ടുവന്നു. എത്ര രൂപയുടെ ക്യാപിറ്റലാണ് കൊണ്ടുവന്നത്? 1 lakhന്റെ ക്യാപിറ്റലാണ് കൊണ്ടുവന്നത്. അപ്പൊ നമ്മളെ ക്യാഷ് എന്ത് ചെയ്തു? കൂടി. അപ്പൊ അസറ്റ് സൈഡിൽ എവിടെ കാണിക്കുക? അസറ്റ് സൈഡിൽ എത്ര രൂപ കാണിക്കുക? 1 lakh. എത്ര രൂപ കാണിക്കുക? 1 lakh. അപ്പൊ നമുക്ക് പ്രോബ്ലം നോക്കിയാൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ നമ്മൾ എഴുതുമ്പോ കാണുന്നുണ്ടോ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് എത്ര രൂപയാണ്? അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്തു. ആരെ കോൺട്രിബ്യൂട്ട് ചെയ്തത്? മിസ്റ്റർ എ എന്ന് പറഞ്ഞ പാർട്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മൾ എഴുതുമ്പോ അസറ്റിന്റെ ഇവിടെ എത്ര രൂപ കാണിക്കാം? 1 lakh എന്ന് കാണിക്കാം. അവിടെ മാത്രം കാണിച്ചാൽ മതിയോ? പോരാ. കാരണം ലയബിലിറ്റി ആണോ? അല്ല. പക്ഷെ ഇവിടെ എവിടെ കാണിക്കും? ക്യാപിറ്റൽ. അപ്പൊ അവിടെ എത്ര തന്നെ കാണിക്കണം? 1 lakh തന്നെ കാണിക്കണം. എത്ര തന്നെ കാണിക്കണം? 1 lakh.
മനസ്സിലായ പറഞ്ഞത്? മനസ്സിലായില്ല? ഇനി നോക്കേ, ഡെബിറ്റ് സൈഡും അസറ്റ് സൈഡും ഈക്വൽ ആണ്, ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ സൈഡും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പറഞ്ഞത് പർച്ചേസ്ഡ് ഗുഡ്സ്. ഞാൻ പറഞ്ഞില്ല അസറ്റിന്റെ അവിടെ പ്ലസ് എന്തും കൂടി എഴുതാന്ന് പറഞ്ഞ് സ്റ്റോക്കും കൂടി എഴുതണം എന്ന് പറഞ്ഞേ. എന്തും കൂടി എഴുതണം എന്ന് പറഞ്ഞ് സ്റ്റോക്കും കൂടി എഴുതണം എന്ന് പറഞ്ഞു. കാരണം നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സാധനം വാങ്ങി വെക്കല്ലേ. ഈ വാങ്ങി വെക്കുമ്പോ നമ്മളിവിടെ എന്താണ് പാർട്ടിയുടെ കയ്യിലെന്ന് നമ്മൾ പറഞ്ഞിക്കണോ? ഇല്ല. ഇവിടെ എന്താണ്? ക്യാഷിന് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അത്രല്ലേ നമ്മളോട് പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്നും എന്ത് കുറഞ്ഞു? ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറഞ്ഞു. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറഞ്ഞു. എത്ര രൂപയാണ് കുറഞ്ഞത്? ക്യാഷ് 35,000 പ്ലസ് അവിടെ എന്ത് കൂടി? അല്ല, അസറ്റിന്റെ അവിടെ ഞാൻ എന്ത് എഴുതാൻ പറഞ്ഞു നിങ്ങളോട്? സ്റ്റോക്ക് എഴുതാൻ പറഞ്ഞു. എന്താ സ്റ്റോക്ക് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാ? സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അപ്പൊ സ്റ്റോക്കിന്റെ അവിടെ എത്ര എഴുതണം? 35,000. മനസ്സിലായില്ല? ഒന്നും കൂടി ശ്രദ്ധിച്ചോ. നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. എന്ത് പർച്ചേസ് ചെയ്തു? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോ നമ്മളുടെ സ്റ്റോക്ക് എന്ത് ചെയ്തു? കൂടി. മനസ്സിലാവുണ്ടോ? നമ്മൾ സ്റ്റോക്ക് എന്ത് ചെയ്തു? കൂടി. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ സ്ഥാപനത്തിക്ക് എന്ത് ചെയ്തു? കുറെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കുറെ എന്ത് പറയാ ഹാർഡ്വെയർസും ഒക്കെ എന്ത് ചെയ്തു? നമ്മൾ സാധനം വാങ്ങുന്നത് ആരെടുത്തുനിന്നാണ്? ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. ഈ പാരിവെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അടുത്ത് നിന്നാണ് നമ്മൾ വാങ്ങുന്നതെന്ന് കൂട്ടിക്കോ. ഈ പാരിവെയർ എന്ന് പറയുന്ന കമ്പനിന്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങുമ്പോ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നു? ക്യാഷ് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ അസറ്റ് എന്ത് ചെയ്തു? ഇവിടെ 35,000 രൂപയുടെ അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അതേപോലെ തന്നെ പാരിവെയർ നമുക്ക് എന്ത് തന്നു? പാരിവെയർ എന്ത് ചെയ്തു? ശരി. അപ്പൊ നമ്മൾ പറയാം നോക്കേ. അപ്പൊ ഞാൻ പറയാം പാരിവെയറിന്റെ സാധനം എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങോട്ട് വാങ്ങുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ സ്റ്റോക്ക് എന്ത് ചെയ്തു? കൂടി. അല്ലെ? നമ്മൾ പാരിവെയറിന്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ഒരു പക്ഷെ അയാൾക്ക് പൈസ കൊടുക്കാതെയും വാങ്ങാം, പിന്നെ കുറച്ചിങ്ങോട്ട് കൊടുക്കാം. അതിനെന്താ പറയാ? ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. എന്താ പറയാ? ക്രെഡിറ്റേഴ്സ്. കാരണം നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണില്ല? പൈസ കൊടുക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് എന്ത് പറയാ? ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവരെത്തുന്നു. ഇപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ ചെയ്യുന്നത്? ക്യാഷിനാണ് നമ്മൾ വാങ്ങുന്നത്. എന്തിനാണ് വാങ്ങുന്നത്? ക്യാഷിനാണ് വാങ്ങുന്നത്. അപ്പൊ ഈ ക്യാഷിന് വാങ്ങുമ്പോ നമ്മൾ അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല പാരിവെയർ സാധനം തന്നെ നമ്മൾ സ്റ്റോക്ക് എന്ത് ചെയ്യും? കൂടും. അപ്പൊ നോക്കി നിങ്ങൾ അസറ്റിന്റെ അവിടെ എത്ര രൂപ കുറച്ച് കാണിച്ചു? 35,000 കുറച്ച് കാണിച്ചു. അതേപോലെ തന്നെ സ്റ്റോക്കിന്റെ അവിടെ എത്ര കൂട്ടി കാണിച്ചു? 35,000 കൂട്ടി കാണിച്ചു. അപ്പൊ രണ്ടോടത്ത് എന്തായി? ഈക്വൽ ആയില്ലേ? ഒരു സൈഡിൽ 35,000 കുറച്ചിട്ട് മറ്റേ സൈഡിൽ എത്രയായി? കൂട്ടി കാണിച്ചു. അപ്പൊ രണ്ടോടത്ത് എന്തായി? ഈക്വൽ ആയി. ലാബിലിറ്റി ആണോ? അല്ല. ക്യാപിറ്റൽ വരുമോ? അതും വരൂല. ക്യാപിറ്റൽ വരുമോ? അതും വരത്തില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇനി അടുത്ത പ്രോബ്ലം നോക്കി. അടുത്ത എന്താ ക്വസ്റ്റ്യൻ? സോൾഡ് ഗുഡ്സ്. എത്ര രൂപക്ക സോൾഡ് ചെയ്തത്? ക്വസ്റ്റ്യൻ നോക്കി. എത്ര രൂപക്ക സോൾഡ് ചെയ്തത്? 40,000 രൂപക്ക് എന്ത് ചെയ്തു? സോൾഡ് ചെയ്തു. അവിടെ എന്ത് പറയണ്ടേ? ഗുഡ്സ് കോസ്റ്റിംഗ്. എത്ര രൂപ പറഞ്ഞത്? 30,000. പാരിവെയറിന്റെ നമ്മൾ സാധനം വാങ്ങി വെച്ചല്ലോ. എത്ര സാധനം വാങ്ങി വെച്ചു? നമ്മള് 35,000 രൂപയുടെ സാധനം വാങ്ങി വെച്ചു. അതിൽ എത്ര രൂപയുടെ സാധനം കൊടുത്തു? നമ്മള് എത്ര രൂപയുടെ സാധനം നമ്മൾ എടുത്തു? അതിന് എത്ര രൂപയുടെ സാധനം നമ്മൾ എടുത്തത്? ക്വസ്റ്റ്യൻ നോക്കിയാ 30,000 നമ്മൾ എന്ത് ചെയ്തു? സാധനം വാങ്ങി 40,000 കൊടുത്തു. ഈ 40,000 കൊടുക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പാരിവെയറിന്റെ അടുത്ത് ഞാൻ കുറച്ച് സാധനം വാങ്ങി. ആ വാങ്ങിയ വിലക്ക് ഞാൻ കൊടുക്കുവോ? ഇല്ല. ഈ 35,000 രൂപയുടെ സാധനത്തില് എത്ര രൂപയുടെ സാധനമാണ് ഞാൻ കൊടുത്തത്? 30,000 രൂപയുടെ സാധനമാണ് കൊടുത്തത്. അതാണ് ഗുഡ്സ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗുഡ്സ് കോസ്റ്റിംഗ്? ഗുഡ്സ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ് വരുന്ന. എത്ര രൂപയുടെ ചെലവ് വരുന്ന സാധനം ഞാൻ എടുത്തുകൊടുത്തത്? 30,000 രൂപയുടെ ചെലവ് വരുന്ന സാധനം എടുത്തുകൊടുത്തത്. പറഞ്ഞു മനസ്സിലാവണ്ട? 30,000 രൂപയുടെ സാധനം എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് എത്ര രൂപ കുറഞ്ഞു? 30,000 കുറഞ്ഞു. എത്ര രൂപ കുറഞ്ഞു? 30,000 കുറഞ്ഞു. ഇനി നമ്മളടുത്ത് എത്ര രൂപയുടെ സാധനം ഉള്ളൂ? 5,000 രൂപയുടെ സാധനം ഉള്ളൂ. പക്ഷെ നമുക്കൊരു എത്ര രൂപ കയ്യിൽ കിട്ടി? 40,000. അപ്പൊ അസറ്റിൽ എത്ര രൂപ കൂട്ടി കാണിക്കണം? 40,000 കൂട്ടി കാണിക്കണം.
മനസ്സിലായില്ല? അപ്പൊ 35,000 രൂപയുടെ സാധനം നമ്മൾ എത്ര രൂപക്ക് കൊടുത്തു? അല്ല 30,000 രൂപയുടെ സാധനം നമ്മൾ എത്ര രൂപ കൊടുത്തു? 40. അപ്പൊ നമുക്ക് ബാക്കി എത്ര രൂപ ലാഭമുണ്ട്? 10,000 രൂപ ലാഭമുണ്ട്. ഈ ലാഭം വന്നു കഴിഞ്ഞാൽ എവിടെ കാണിക്കേണ്ടത്? ക്യാപിറ്റലിനോട് കൂടെ കൂട്ടി കാണിക്കണോ കുറച്ച് കാണിക്കണോ? കൂട്ടി കാണിക്കണം. അപ്പൊ ലാബിലിറ്റി ആണോ? അല്ല. എവിടെ 10,000 രൂപ കൂട്ടി കാണിക്കണം? ക്യാപിറ്റലില് കൂട്ടി കാണിക്കണം. മനസ്സിലായി പറഞ്ഞത്? ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാം, ശ്രദ്ധിച്ചോ. 30,000 രൂപയുടെ, അതാണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? സോൾഡ് ഗുഡ്സ് റുപ്പീസ് 40,000. എന്താണ് ഗുഡ്സ് കോസ്റ്റ്? 30,000. 30,000 രൂപയുടെ സാധനം എത്ര രൂപക്ക് വിറ്റു? 40,000 രൂപ. അപ്പൊ എത്ര രൂപയുടെ ലാഭം നമുക്കുണ്ട്? 10,000 ഉണ്ട്. നമുക്ക് എത്ര രൂപ കയ്യിൽ കിട്ടി? പോക്കറ്റ് വന്നിക്കണോ? 40,000. ശരിക്കും നമ്മളെടുത്ത് എത്ര രൂപയുടെ സാധനം ചെലവാണുള്ളൂ? 30,000. അപ്പൊ എത്ര രൂപ കൂടി ലാഭം? അപ്പൊ നമ്മളെ ക്യാപിറ്റൽ 1,00,000 നിന്ന് എത്രയായി മാറി? 1,10,000 1,10,000 മാറി. മനസ്സിലാവണ്ടോ പറഞ്ഞത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയും. റിസീവ്ഡ് കമ്മീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്മീഷൻ കിട്ടി. കമ്മീഷൻ എന്താ? ഇൻകം ആണോ എക്സ്പെൻസ് ആണോ? ഇൻകം വരുമ്പോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ്. അപ്പൊ എവിടെ കൂട്ടി കാണിക്കണം? ക്യാപിറ്റലില് കൂട്ടി കാണിക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? ക്യാഷും കിട്ടിയില്ല. അപ്പൊ എത്ര രൂപയുടെ കമ്മീഷൻ നമുക്ക് കിട്ടിയത്? 1,500. അപ്പൊ ക്യാഷിൽ എത്ര രൂപ? അസറ്റിൽ എത്ര രൂപ കൂട്ടി കാണിച്ചു? 1,500 കൂട്ടി കാണിച്ചു. സ്റ്റോക്ക് ആണോ? അല്ല. ലാബിലിറ്റി ആണോ? അല്ല. പക്ഷെ ക്യാപിറ്റൽ എത്ര രൂപ കൂട്ടി കാണിച്ചു? 1,500 രൂപ. മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്ന്? ഇനി അടുത്ത ടോപ്പിക്. അടുത്ത എന്താ ക്വസ്റ്റ്യൻ? എന്താ? പെയ്ഡ് റെന്റ്. റെന്റ് എന്താ? എക്സ്പെൻസ് ആണ്? ഇൻകാണോ? എക്സ്പെൻസ് വരുമ്പോ ഞാൻ പറഞ്ഞത് ക്യാപിറ്റലിൽ എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. അതേപോലെ തന്നെ അസറ്റിൽ എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. എത്ര രൂപയാണ്? എത്ര? 2,500. മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ്. സ്റ്റോക്ക് ആണോ? അല്ല. ലാബിലിറ്റി ആണോ? അതുമല്ല. എന്നാൽ ക്യാപിറ്റൽ എന്താണ്? മൈനസ് ആണോ പ്ലസ് ആണോ? ക്യാപിറ്റലിന് മൈനസ് ആണോ പ്ലസ് ആണോ? കാരണം റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് വരുമ്പോ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഉണ്ടാവുക? ലോസ് വരുമ്പോ ക്യാപിറ്റൽ കുറയാണോ കൂടാണ് ചെയ്യാ? കുറയാണ് ചെയ്യാ. എത്ര രൂപയാണ്? 2,500. അപ്പൊ രണ്ട് സൈഡും എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. അപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കേ, ഒന്ന് ആഡ് ചെയ്ത് നോക്കേ. അപ്പൊ മനസ്സിലാവും. ഒന്ന് ആഡ് ചെയ്ത് നോക്കേ. അസറ്റിന്റെ അവിടെ എത്രയാ? അസറ്റിന്റെ സൈഡിൽ എന്തൊക്കെയുണ്ട്? 1,00,000. 35,000 കുറച്ച് കാണിക്കണം. പിന്നെ 40,000 കൂട്ടി കാണിക്കണം. പിന്നെ 1,500 കൂട്ടി കാണിക്കണം. പിന്നെ എത്രയാ? 2,500 കുറച്ച് കാണിക്കണം. അപ്പൊ എത്ര രൂപയായി? നോക്കി. ഇത് ഇങ്ങനെ വന്നാൽ എന്താ? സോൾവ് ദ പ്രോബ്ലം ബൈ യൂസിങ് അക്കൗണ്ടിങ് ഇക്വേഷൻസ്. സോൾവ് ദ പ്രോബ്ലം അക്കോർഡിംഗ് ഓൺ ദ ബേസ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒരു വരികയാണെങ്കിൽ തന്നെ ഒരു 3-4 മാർക്കിന് എന്തായാലും വരും ക്വസ്റ്റ്യൻ. എത്ര കിട്ടി പറയും? ആൻസർ എത്ര കിട്ടി നോക്കാം. വീഡിയോ പോസ്റ്റ് ആക്കി. ഓക്കെ, ശ്രദ്ധിച്ചോ? നോക്കേ, 1,04,000 നിങ്ങൾക്ക് അസറ്റ് സൈഡിൽ കിട്ടിയില്ലേ? സ്റ്റോക്കില് 35,000 30,000 കുറക്കുമ്പോ 5,000 കിട്ടി. അപ്പൊ ഈ രണ്ട് സൈഡും കൂട്ടുമ്പോ എത്രയായി? 1,09,000 ഈക്വൽ ടു ലാബിലിറ്റി സൈഡിൽ ഒന്നുമില്ല, അതിന് കുഴപ്പമില്ല. ഇനി ക്യാപിറ്റൽ സൈഡ് കൂട്ടുമ്പോ എത്രയായി? 1,09,000. അപ്പൊ എന്തായി? അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നിർത്തിക്കോ. ഇനി അടുത്ത ടോപ്പിക്.